biding its time. Life stays a frozen frame, frayed, pale with sands of time, feeling forlorn. And I see the gray gloom in starless skies, and I hear the woeful notes in pining larks, and I see the wilting blooms of lavender. Over and over the secrets the shore, over and over the hues wait for dawn. Ever forever I'm home in your arms, ever forever I give you my soul. Faith, hope, turn the tide, stars collude and pave your path, leading to mine. Destiny stays by me, thousand suns adorn my sky, splendor divine. Now that you are here, the dew glistens again. Now that you are here, the breeze whispers again. Now that you are here, raindrops can dance again. Over and over the secrets the shore, over and over the hues wait for dawn. Ever forever I'm home in your arms, ever forever I give you my soul. Winged hearts soar the sky, sunshine, light my life, over and over, over and over. Na 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 na, na 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 na, Heart beats fast, colors and promises. How to be brave? How can I love when I'm afraid to fall? But watching you stand alone, all of my doubt suddenly goes away somehow. One step closer. I have died every day waiting for you. Darling, don't be afraid. I have loved
തന്നെ. ആമീൻ. ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒന്നൊരുവാനിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, സംസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. പാപികളാണ് ഞാനോട് രാജാവേ, നിനക്ക് സ്തുതി. പാപിക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും വാഴണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. കടക്കാരോടെ ക്ഷമിച്ചതുപോലെ മരണങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വത്തിലേക്ക് നിനക്കുള്ളാകുന്നു. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീയിലെ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഫലമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു. സ്വന്തമുള്ളായ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷിക്കണമേ. പറക്കുമോ, ഞാൻ എന്റെ കണ്ണുപർവ്വതത്തിലേക്ക് ഉയർത്തി എന്റെ സഹായക്കാരനെ ഇവിടെ നിന്ന് വരും. എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാൻ ദൈവമേ, രാവിലെ സമയത്ത് ഈ ഭവനത്തിൽ അടിയങ്ങൾക്ക് ഒരുമിച്ച് ചേരുവാനും നിന്നോട് പ്രാർത്ഥിപ്പാനിടയാക്കി കൃപ ഞാൻ ശ്രദ്ധിക്കുന്നു. ഇവിടെ ആയിരിക്കുന്നതിന്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ച് കരുണയോടെ തുറന്ന് കാത്തു പരിപാലിക്കണമേ. പ്രത്യേക വിവാഹ ഉദാശിക്കട്ട് ഒരുങ്ങുന്നതിന്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞകാല ജീവിതത്തിലൊക്കെ അവിടുന്ന് കൂടെ ഇരിക്കുകയും കുടുംബ ജീവിതത്തിലാണ് നിന്റെ മകളെ അവിടുന്ന് ഒരുക്കുന്നത്. കർത്താവേ, നിന്റെ മകൾക്കായിട്ട് ഒരുക്കപ്പെട്ടിരിക്കുന്ന മകനെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഒരുക്കത്തോടും വിശുദ്ധിയോടും കൂടെ വിശുദ്ധ ജീവിതത്തിലേക്ക് പ്രവേശിപ്പാനും കുടുംബജീവിതത്തിലെ എല്ലാ നന്മകളും അനുഭവിപ്പാനും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ലെന്ന് കരുതി കുടുംബം എന്ന വ്യവസ്ഥിതി അവിടുന്ന് സ്ഥാപിച്ചതാണെന്ന് തിരുവചനം പഠിപ്പിക്കുമ്പോൾ കർത്താവേ, നിന്റെ ആഗ്രഹത്തിന് തങ്ങളെ തന്നെ വിധേയപ്പെടുത്തിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ളൊരു കുടുംബജീവിതത്തിൽ പ്രവേശിപ്പാൻ നിന്റെ മക്കളെ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ സ്നേഹത്തിന്റെ അനുഭവത്തിലായിരിക്കാൻ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവ്, ഇന്നത്തെ വിശുദ്ധ കൂദാശയിൽ അവിടുത്തെ കൃപയും സാന്നിധ്യവും ഉണ്ടാകണമേ. പരിശുദ്ധാത്മ നൽവരത്തിലൂടെ കുടുംബജീവിതത്തിന്റെ രാജാവും രാജ്ഞിയുമായിട്ട് നിന്റെ മക്കളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുബന്ധ ചടങ്ങുകളൊക്കെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ മക്കളുടെ യാത്രയിലൊക്കെ അവിടുന്ന് കൂട്ടായിരിക്കണം. സുരക്ഷിതമായി അവിടെ എത്തിച്ചേരുവാനും എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമായി പൂർത്തീകരിക്കാനും സുരക്ഷിതമായി മടങ്ങി വരുവാനും അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിപ്പാൻ നിന്റെ മക്കൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടെ നിങ്ങൾക്ക് സകലതും ലഭിക്കുന്ന തിരുവചനം പഠിപ്പിക്കുമ്പോൾ നിനക്ക് പ്രഥമ സ്ഥാനം നൽകുന്ന മക്കളെ ജീവിപ്പാൻ അവിടുന്ന് ഇടയാക്കണമേ. യഹോവയിൽ ആശ്രയിക്കുന്നവർ അനേകം കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെ ഇരിക്കും തിരുവചനം പഠിപ്പിക്കുന്നുണ്ടല്ലോ. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് അചഞ്ചലായി ജീവിപ്പാൻ ഇവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് തലവണക്കിരിക്കുന്ന ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ മക്കളുടെ കുടുംബജീവിതത്തിന്റെ നന്മ കണ്ട് നിന്റെ സ്തുതിപ്പാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളുടെ ജീവിതത്തിന്റെ നന്മയ്ക്ക് തുടർന്ന് പ്രാർത്ഥിപ്പാനും പ്രവർത്തിപ്പാനും ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കണമേ. ഞങ്ങളും അവിടുത്തെ മക്കളും ചേർന്ന് നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും ഇന്ന് വന്നേക്കും മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ സംബന്ധവും സഹവാസവും കർത്താവേ, ഭവനത്തോടും വിവാഹ ജീവിതത്തിലെ ധന്യമായ അനുഭവത്തിലേക്ക് ഒരുങ്ങി പുറപ്പെടുന്ന പ്രിയമകൾക്കായിരിക്കപ്പെട്ടിരിക്കുന്ന പ്രിയദാസന്മേ, ഇന്നത്തെ ശുശ്രൂഷകളിൽ ഇത് സംബന്ധിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച് മൺമറഞ്ഞു കൊള്ളണമേ. എപ്പോഴെപ്പോഴും നിന്നെ കൊണ്ടായിരിക്കുന്നതാണ്.
ബലവാനേ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാര ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ എളിയവരോട് കരുണ ചെയ്യുന്ന മിശിഹാ രാജാവേ നിനക്ക് സ്തുതി പാലിക്കുമോ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോട് കൂടി സ്ത്രീകൾക്ക് വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യകമറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും ദൈവത്തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ശുഭോ ലാഭോ ലബറോ വൽറൂഹു ഖദീശോ. ബലഹീനൻ പാപികളായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് നാമങ്ങളിലും എന്നേക്കും ചൊരിയപ്പെടുമാറാകണമേ. ആമേൻ. പാർക്കുമോർ ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തിന്റെ ആരംഭവും ആനന്ദത്തിന്റെ പൂർത്തീകരണവും നിന്നോടുകൂടെയും നീ മുഖാന്തരം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സന്തോഷത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളും ആത്മാക്കളും നിന്നാൽ ആനന്ദിക്കുമാറാകണമേ. നിന്റെ കരുണയാൽ ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിക്കപ്പെടണമേ. നിന്റെ ദയവാൽ ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിക്കുകയും അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമായി തീരുകയും ചെയ്യണമേ. ഞങ്ങളുടെ മണവാളൻ പൂർണ്ണനും ഞങ്ങളുടെ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്റെ ആദ്യം മുതൽ നിന്നെ പ്രീതിപ്പെടുത്തിയുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും കൂട്ടത്തിൽ അക്ഷയമായ സൗഭാഗ്യാവസ്ഥയിൽ ഞങ്ങൾ ആനന്ദിക്കുമാറാകണമേ. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടത്തിലും നിന്റെ വത്സന്മാരുടെ ഗണത്തിലും ചേർന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരറ്റുമാറാകണമേ. ഹോശോ വബകുല സുബാൻ ലവുൽ നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വത്തിൻ പ്രകാരം എന്റെ പാപങ്ങളെ മായിച്ചു കളയണമേ. എന്റെ ന്യായങ്ങളെ എന്റെ പാപങ്ങളെ വെളിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ പാപങ്ങൾ എപ്പോഴും നേടിയിരിക്കുന്നു. വിരോധമായി തന്നെ ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുമ്പിൽത്തന്മകളെ ഞാൻ ചെയ്തു. അത് നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായങ്ങളിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ അന്യായത്തിൽ ഞാൻ അനുഭവിച്ചു. പാപങ്ങളിൽ എന്റെ മാതാവിനെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീ എന്നെ ഇഷ്ടപ്പെട്ടു. നിന്നെ ഞാൻ ജനസംഘടനയെ അറിയിച്ചു. നിന്റെ സൗഭാഗ്യമേ കഴിക്കണമേ. ഞാൻ പിടിപ്പാക്കപ്പെടും. അതിനാൽ നീ വെണ്മയാക്കണമേ. ഉറച്ചു മതിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും എന്നെ തൃപ്തിയാക്കണമേ. ക്ഷീണതയുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളെ ഒക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, കഴുകുകളെ വിശ്വസിക്കണമേ. സേനയുടെ ആത്മാവിനെ പുതുക്കണമേ. നിന്റെ തിരുമുഖത്തിലെ കളികളെഴുതി നിന്റെ വിശുദ്ധാത്മാവിനെ വരുതേ. നിന്റെ ആനന്ദവും രക്ഷ എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങ
അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തരികയും ചെയ്യും. എന്നാൽ ബലികളിൽ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികളിൽ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയം നിരസിക്കുന്നില്ല. അപ്പോൾ ദൈവമേ ഇപ്പോൾ പരസ്പരം സമീപിച്ചിരിക്കുന്ന ഈ ഞങ്ങളുടെ മക്കളെ സംയോജിപ്പിക്കുകയും തന്മൂലമായ ഇഷ്ടാനം മുഴുവൻ പരസ്പരം സ്നേഹിക്കുകയും സന്തോഷപൂർവ്വം അന്യോന്യം സ്വീകരിക്കുകയും ചെയ്യത്തക്കോണമുള്ള ഐക്യമത്യം ഇവർ ഉണ്ടാക്കുകയും ചെയ്യണമേ. ഹോശോ എല്ലാവിധ കളങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും തന്നെ വിജയത്താൽ അവിടെ വെടിപ്പാക്കുകയും ഭൗമിക സഭയ്ക്ക് വിവാഹം നിശ്ചയം ചെയ്ത് താൻ തന്നെ അവൾക്ക് തീരുകയും അശുദ്ധ പിശാചികളുടെ ദാസത്തിൽ നിന്നോടെ രക്ഷിച്ച് സർവ്വത കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നൽകുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. തന്റെ സഭയുടെ വിവാഹത്തിലേക്ക് എല്ലാ വിജാതികളെയും സുജാതികളെയും
ദീർഘദർശിമാരെയും സ്നേഹന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ചവനായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. തന്റെ ദാസരുടെ മോദനപാടിന്റെ സമയത്തും സകല പെരുന്നാളുകളുടെ നേരങ്ങളിലും കാലങ്ങളിലും അടിയാരാജങ്ങളായി സോടോടെ ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും യുക്തമാകുന്നു. മനുഷ്യരുടെ സർവ്വവിജ്ഞാനത്തിൽ നിന്നുയർന്ന് അവയ്ക്ക് അധീനനായിരിക്കുന്നവനും സദാ നന്മകളിൽ സമ്പന്നനും തിന്മകളിൽ നിന്ന് വിദൂരനും ദൈവികാനുഗ്രഹങ്ങളുറവിയുമായ ദൈവമേ, നീ അനുശരമായി വെളിപ്പുള്ള ഓരോനും അനാബന്ധമാതിരിയിൽ എല്ലാവിധ കഷ്ടതകൾക്ക് മരണത്തിനും അധീനമാകുന്നു. തന്റെ സൃഷ്ടിയെ അനുകരിച്ച് ശ്രേഷ്ഠമാക്കുകയും കരുണയോടെ സഹായിക്കുകയും അതിന്റെ ശക്തിക്ക് തക്കവണ്ണം നിന്നിലുള്ളതായ ഒരു വിശ്വാസത്തെ മഹാമനസ്കതയോടെ അംഗീകരിക്കുകയും ചെയ്തവൻ നീയാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധത്തിൽ നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളവാസന കൊണ്ട് ദൈവോട് നിറയ്ക്കുകയും ചെയ്തു. നിന്റെ ദൈവിക ഐശ്വര്യങ്ങൾ കൊണ്ട് കുറവില്ലാതിരിക്കുമാറ് നീ അതിനെ ഐശ്വര്യപ്പെടുത്തി മഹത്വ വസ്ത്രം നീ അതിനെ ധരിപ്പിച്ച് വെള്ളം കൊണ്ട് വാസ്താവും അതിന് വാകും നടത്തി അതിനെ നിനക്ക് വാക്കു തുറക്കുകയും ശത്രുവിന്റെ തലയിൽ ശക്തിയോട് ചൂട്ടുകയും ചെയ്തു. ജയകരമാവിന്റെ ശരീരങ്ങളുടെ മൂലമായിട്ട് വെടിപ്പോട് നീ നൽകി അതിനെ നീ സന്തോഷിപ്പിച്ച് നിന്റെ യോഗ്യതയുടെ പ്രകാശത്താൽ മഹിമയോടെ പ്രകാശിപ്പിച്ചു. ദൈവികമായി അതിന് നൽകിയ ബലത്താൽ നിന്റെ കൂടെ അതിനെ വസിപ്പിച്ചു. പരിശുദ്ധ സ്ത്രീഹന്മാർ മൂലം ക്രമമായ നീ പൂർണ്ണമാക്കുകയും ചെയ്തു. സന്തോഷം മോദനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്നതോടെ ആനന്ദം മോദനങ്ങളോടെ ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവനെയാകുന്നു. ദൈവമായ പിതാവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസനായ ഞങ്ങൾ ആശീർവദിച്ചിരിക്കുന്ന ഈ മോദനങ്ങളെ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോദനങ്ങളെ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നത് ഇതിനാൽ വിശദമായി തീരുവാൻ സന്നദ്ധിയാകുകയും ചെയ്യണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയുടെ മോദനത്തെ നീ അനുഗ്രഹിച്ചതുപോലെ നിന്റെ ദൈവികാനുഗ്രഹങ്ങളാൽ ഈ മോദനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടിയും ജ്ഞാനസമ്പൂർണ്ണനും നിർമ്മലപരമായ തിരുവാരുടെയാകണമേ. കർത്താവേ, ഇവരുടെ വിവാഹം സകല മാലിന്യങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും അകന്നിരിക്കുവാൻ കൃപയോടെ നീ സംഗതിയാക്കണമേ. ദൈവമായ കർത്താവേ, നിരന്തരപരത്തിലും അഭംഗമായവരെ നീ സന്തോഷിപ്പിക്കുമാറാകണമേ. നശ്വരമായ മണവറയുടെ ആഴ്ചക്കാർ മുഴുവനും വിവിധ തരത്തിൽ വരെ അനുഗ്രഹിക്കുകയും നീറന്മാരും മാലാഖമാരും ഇടപെടാതെ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗീയ മണവറയിലേക്ക് കരുണയോടെ ഇവരെ ആനയിക്കുകയും ചെയ്യണമേ. കർത്താവേ, സന്നിധനായിരിക്കുന്ന ഈ ജനക്കൂട്ടത്തെയും പാപങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും പ്രമാദങ്ങളിൽ നിന്നും സ്നേഹത്തോടെ നീ സ്വതന്ത്രമാക്കിക്കൊള്ളണമേ. ഇവർ നിന്നാൽ അനുഗ്രഹിക്കപ്പെടുകയും നിന്നെ വാഴ്ത്തുകയും ഇടപെടാതെ നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ എന്ന് വന്നേക്കുന്നായി കുളപ്പെടുമാറാകട്ടെ.
ചെയ്യപ്പെടുകയും തങ്ങളുടെ നാമത്തിന്റെ മധ്യസ്ഥനാഥനെ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്ന ഈ ദാസനിൽ നിന്ന് സുഹൃത നടപടികളാകുന്ന മധുരപരിമളം വീശുവാൻ നീ ഇവരെ യോഗ്യരാക്കണമേ. ആത്മാർത്ഥമായ സ്നേഹവും യോജിപ്പും ശാന്തതയും വികാരഭരിതമില്ലാത്ത ഉണ്ടാകുമാറാകണമേ. ആത്മാവിന്റെ ശരീരത്തിലും പരസ്പരം സംരക്ഷിക്കുവാൻ ഇവർക്ക് ശക്തി നൽകണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുമാറാകണമേ. അത് ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നും എന്നേക്കും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധനുമായിരിക്കും സ്തുതി. സന്തോഷപൂർത്തിക്കായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ളവരും വിശുദ്ധനുമാരുടെ നാമത്തിൽ ഈ മോചനങ്ങൾ ആശീർവദിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വലത്തുകൈ കരുണയോടെ നിന്നിലേക്ക് നീട്ടപ്പെടുകയും നിന്റെ വിവാഹശേഷമുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നൽകുന്നതും അനുഗ്രഹപ്രദവുമായി വരന്റെ ആയുഷ്കാലം മുഴുവനും നിന്നോടുകൂടെ ഉണ്ടായിരുന്നു നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലത്തുകൈ അതിശയമായ നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്ത്രീമാരിൽ നിന്ന പോലെ ആചാര്യങ്ങളുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹനിശ്ചയത്തിലുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്ഥതയോടും ഹൃദയ സന്തോഷത്തോടും കൂടി പിതാവിനും പുത്രനും വിശുദ്ധ റൂഹായിക്കും നീ സ്തുതി അറിയിക്കുകയും ചെയ്യുമാറാകട്ടെ. സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാക്കി ഇവ ധരിച്ചിരിക്കുന്ന ഈ മോചനത്തോടുകൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ നൽകുകയും പരിപാടിയാൽ ഇവരെ അനുഗ്രഹിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠമാക്കുകയും ചെയ്യട്ടെ. ഇസ്ഹാക്കിന്റെ റബേക്കായുടെ വിവാഹനിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മാത്രം കൊണ്ട് പൂർണ്ണരാക്കട്ടെ. മണവാളനെ രക്ഷയായിരിക്കുകയും മണവാട്ടിയെ ശാശ്വതവും അക്ഷയമായ മനോരഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണം കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമേറിയ വെളുപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ ന്യായമെന്നോ ചർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ സ്വഭാവടർച്ചയ്ക്കും ഉതകുവാൻ ദൈവമായ കർത്താവ് സംഗതിയാക്കട്ടെ. സകല കപട സ്നേഹത്തെ നീക്കിക്കളങ്ങി അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്രികളുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സുരഭിലങ്ങളായ ശൂശാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറി പരിപാടിയാൽ അവരുടെ മനസാക്ഷി വഹിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ ദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടമനുഷ്യരുടെ കയ്യിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ സംരക്ഷിച്ചുകൊള്ളുമാറാകട്ടെ. പാവനമാർഗത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം തമ്പുരാൻ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാര്യങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സമ്മത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവായി നിന്റെ മഹിമയുടെ നൽകുന്ന ബലഹീനരും ഭാവികമായ ദാസരാകുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകളെ നീ കേൾക്കണമേ. ഇവർക്ക് സന്താനങ്ങളെയും സൗഭാഗ്യകാലങ്ങളെയും നൽകണമേ. സൽപ്രവർത്തികളാണ് സമ്പാദ്യം ഇവർക്ക് വർദ്ധിപ്പിക്കണം.
നിന്നുള്ള സത്യവിശ്വാസങ്ങളെ സ്ഥിരപ്പെടുത്തിക്കൊള്ളണമേ. അതിൽ തന്നെ സദാസ്ത്രീവാൻ ഇവരുടെ മക്കൾക്കും അതിനെ അവകാശമായി നൽകുവാനും കൃപ ചെയ്യണമേ. നീ ഇതിനായി ഒരുങ്ങി വന്നിരിക്കുന്നവർക്ക് നിന്റെ ഭരണങ്ങളും അനുഗ്രഹങ്ങളും സമൃദ്ധിയായി നൽകണമേ. നിന്റെ വിജയശ്രീമായ ഈ മണവാളനെയും മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പരിശുദ്ധമായ മാണ്ടോവേ, ഞങ്ങളെല്ലാവരുടെ മേൽ നിന്റെ ഭരണങ്ങൾ വർഷിക്കുകയും ചെയ്യണമേ. പശു മറുകൂല ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നങ്ങൾക്ക് 30, 60, 100 ഇരട്ടിയായി ദൈവതമ്പുരാൻ നിങ്ങൾക്ക് പ്രതിഫലം നൽകുമാറാകട്ടെ. എപ്പോഴും ദൈവതമ്പുരാൻ നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശ്രീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനെന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. സഹോദരി സഹോദരങ്ങളെ, പിതാക്കന്മാരെ, മാതാക്കളെ, എല്ലാവർക്കും ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുക. ആദ്യമായി വധുവിനും വരനും എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. കുടുംബ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട 4 പ്രധാന കാര്യങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ദൗത്യം അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമതായി, ഇപ്പോൾ കഴിഞ്ഞ ശുശ്രൂഷ മോതിരവായുവിന്റെ ശുശ്രൂഷയാണ്. ഇന്ന് ഈ ശുശ്രൂഷയുടെ പ്രാധാന്യം സാധാരണ വിവാഹ നിശ്ചയം നടത്തിയെങ്കിലും സഭയിലൂടെ വിവാഹ നിശ്ചയത്തെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. മോതിരങ്ങളിൽ കൂടി വിവാഹ നിശ്ചയം പൂർണ്ണമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി നടക്കാനിരിക്കുന്നത് കിരീടവാഴിയുടെ ശുശ്രൂഷയാണ്. രാജാവ് രാജ്ഞിയുമാക്കി മാറ്റുകയാണ്. ഒരു കുടുംബത്തിന്റെ രാജാവായി, കുടുംബത്തിന്റെ രാജ്ഞിയായി മാറ്റുന്ന മഹത്വമേറിയ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാതിരിക്കുക. ആ വധുവരന്മാർ അറിയേണ്ടത് ഒന്ന്, പരിശുദ്ധനായ പൗലോസ്ലീഹ റോമൻ ജയിലിൽ കിടന്നുകൊണ്ട് എഫേസ്യ സഭയ്ക്ക് ലേഖനം എഴുതി. ലേഖനങ്ങളുടെ രാജ്ഞി എന്നാണ് എഫേസ്യ ലേഖനത്തെ വിളിക്കുന്നത്. അവിടെ വെച്ച് പറഞ്ഞു, ഭാര്യ 3 കാര്യം അറിയണം, ഭർത്താവ് 3 കാര്യം അറിയണം. എന്താണ് ഭാര്യ അറിയുന്നത്? ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം, ഭാര്യ ഭർത്താവിനെ ഭയപ്പെടണം, ഭാര്യ ഭർത്താവിന് കീഴ്പ്പെടണം. മറക്കല്ലേ,
കീഴ്പ്പെടണം, അനുസരിക്കണം. ഇത് മകളുടെ ജീവിതത്തിൽ എപ്പോഴും ഹൃദയത്തിലിരിക്കണം. 2, ഭർത്താവ് അറിയണം, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ക്രിസ്തു തന്റെ ശരീരമായ സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹം പങ്കിടുന്ന ഒരാളായി മാറണം ഭർത്താവ്. 2, ഭർത്താവ് ഭാര്യയെ കരുതണം. മണവാളന്റെ ഹൃദയമായിട്ട് ചേരുകയില്ല എന്ന് പറഞ്ഞാൽ, ഈ ഭാര്യ ഒരു ബലഹീനദാസി, കൂട്ടുദാസി. ഇതെന്റെ മാംസത്തിന്റെ മാംസം, എന്റെ രക്തത്തിന്റെ രക്തമാണ്. ആ നിലയിൽ കൂടുതലായി രണ്ടുപേരും ഒരു കരുതൽ, പ്രത്യേകിച്ച് കരുതുവാനുള്ള കൂടുതൽ ഭർത്താവ്. 3, ഭർത്താവ് ഭാര്യയെ ബഹുമാനം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഭർത്താവ് ഭാര്യയെ ബഹുമാനിച്ച കുടുംബജീവിതം മുന്നോട്ട്. അതാണ് ഒന്നാമത്തെ കാര്യം അവസാനിച്ചു. 2ാമതായി, നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഒരു മാതൃക വേണം. അതിനൊരു ഉത്തമ കുടുംബത്തെ ഞാൻ കാണിക്കുക വേദവസ്തു. മാർത്തയുടെയും മറിയയുടെയും കുടുംബം. ബെഥനിയിലെ ലാസറിന്റെ ഭവനം പറയും. അവിടെ മാർത്തയുണ്ട്, മറിയയുണ്ട്, ലാസറുണ്ട്. അവരുടെ ജീവിതത്തിൽ കണ്ട 3 W. ഓർത്തോടെ, W തുടങ്ങുന്ന 3 കാര്യം. 1, മാർത്ത, സൽപ്രവൃത്തിയുള്ള മാർത്ത നമ്മുടെ ജീവിതത്തിൽ. പുണ്യപ്രവൃത്തി ചെയ്യുന്നവരായിരിക്കണം. ഗുഡ് ഡീഡ്സ് അത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നന്മ ചെയ്യുന്ന ഒരു കൈ എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കണം. 2, മറിയ, rest at the feet of Jesus, rest at the feet of Redeemer. യേശു ക്രിസ്തുവിന്റെ പാദത്തിൽ ഇരിക്കണം, സമയം ചിലവഴിക്കണം. നിങ്ങൾ 2പേരും റെസ്റ്റ് എടുക്കണം ക്രിസ്തുവിന്റെ പാദത്തിൽ. മറിയ നല്ല അംശം തെരഞ്ഞെടുത്തവളെന്നാണ് വിളിക്കുന്നത്. 3, ലാസർ, വിറ്റ്നസ്, സാക്ഷിയാണ്. നല്ലൊരു സാക്ഷ്യമുള്ളവനായിരുന്നു ലാസർ. അതുപോലെ നിങ്ങളായിരിക്കട്ടെ. 1, വർക്ക്. 2, വർക്കിനെ പോലെ തന്നെ ആയിരിക്കണം. യേശുവിന്റെ പാദത്തിൽ സമയം കണ്ടെത്തണം മറിയ. 3, ഉണ്ടായിരിക്കണം വിറ്റ്നസ്, സാക്ഷ്യം. നിങ്ങൾ 2പേരും റോൾ മോഡലായിട്ട് വേണം. 3ാമത്തെ കാര്യം എന്താണ്? നമ്മുടെ മാബൂബിലെ ഫീലിക്സ് ന്യൂസ് എന്ന് പറഞ്ഞൊരു പുണ്യപിതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് 4 F കുടുംബ ജീവിതത്തിൽ വാർത്തെടുക്കണമെന്ന്. എഫിൽ തുടങ്ങുന്ന 4 കാര്യം. 1, ഫെയ്ത്ത്ഫുൾനെസ്. ഫെയ്ത്ത്ഫുൾനെസ് നിങ്ങളുടെ കുടുംബജീവിതത്തോടെ വിശ്വസ്തത. വിശ്വസ്തതയുള്ള കുടുംബമായി നിങ്ങളുടെ ഇടയിൽ ഇനി രഹസ്യങ്ങൾ പാടില്ല. നിങ്ങൾ 2പേരും എല്ലാ കാര്യങ്ങളും വൺനെസ് ആൻഡ് ഹാർമണി, ഫെയ്ത്ത്ഫുൾനെസ് കുടുംബമായിരിക്കണം. 2, ഫ്രണ്ട്ലിനെസ്, സൗഹൃദം ഉണ്ടായിരിക്കണം. കുടുംബജീവിതം ഒരു സൗഹൃദമായിരിക്കണം. അതായിരിക്കണം 2ാമത്തെ കാര്യം. 3, ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ്, ക്ഷമാശീലം, ക്ഷമിക്കുന്ന ഹൃദയം. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ എപ്പോഴും ക്ഷമയുണ്ടായിരിക്കണം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു ഉടനെ കരിച്ചു പോയിരിക്കരുത്. നമ്മൾ കേട്ടോ, ഒരിക്കലും നിങ്ങൾ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കരുത്. അഥവാ എന്തെങ്കിലും പറഞ്ഞ വൈകിട്ടെന്ന് അത് ഇല്ലാതാക്കി, സന്ധ്യ ആവുമ്പോഴത്തേന് അത് ഇല്ലാതാക്കി. 4, ഫെലോഷിപ്പ്, ഒരു കൂട്ടായ്മ. കുടുംബജീവിതം നല്ലൊരു കൂട്ടായ്മ. ഞാൻ പറയും, ഏറ്റവും വലിയൊരു കൂട്ടായ്മ വിശുദ്ധമാണ്. അതുപോലൊരു കൂട്ടായ്മയാണ് നമ്മുടെ കുടുംബം. നല്ലൊരു നിങ്ങളുടെ നടുവിൽ ക്രിസ്തു വരും. ഈ കുദാശയിലൂടെ, കുടുംബജീവിതത്തിലൂടെ ക്രിസ്തു നിങ്ങളുടെ നടുഭാഗത്തേക്ക് ചേർന്ന് വരുന്ന ഒരു ശുശ്രൂഷയും നടക്കും. 4ാമത്തെ കാര്യം പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിക്കും. എന്താണ് 4ാമതായി പറയുന്നത്? നിങ്ങളുടെ കുടുംബത്തിൽ PSC 3 കാര്യം. P വേണം, S വേണം, C വേണം. എന്താണ് P? പ്രേയിങ് ഫാമിലി ആയിരിക്കും, പ്രാർത്ഥിക്കുന്ന കുടുംബമായിരിക്കും.
ഫാമിലി പ്രൈസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരോട്, അതാണ് ഒന്നാമത്തെ അപ്പീൽ. 2, യെസ്, ഷെയറിംഗ് ഫാമിലി ആയിരിക്കും. നിങ്ങൾ പങ്കുവെക്കുന്നവരായിരിക്കണം. എന്റെ എന്നുള്ളത് ഇന്ന കളയണം, പകരം എന്തിയോ നമ്മുടെ നമ്മളെന്നുള്ള ചിന്തയിലേക്ക് നിങ്ങൾ ഒരുമിച്ച് വരണം. 3, കെയറിംഗ് ഫാമിലി. പരസ്പരം വിട്ടുവീഴ്ചയ്ക്കും മറ്റുള്ളവരെ സഹായിക്കുന്നതിനൊപ്പം നിങ്ങളുടെ ഇടയിൽ ഒരു കെയറിംഗ്. ഭാര്യ ഭർത്താവിന് തണുപ്പൂടും, ഭർത്താവ് ഭാര്യയ്ക്ക്. അങ്ങനെ നിങ്ങളുടെ കുടുംബം യേശു ക്രിസ്തുവിൽ വിളങ്ങുവാൻ ഇടയാകട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും നേരിടുന്നു. ഉത്തമ കുടുംബത്തിന്റെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് ഇടയാകട്ടെ. അവസരം തന്ന വികാരി അച്ഛനോടും ആയിരിക്കുന്ന വന്യ ആചാര്യന്മാരോടും നന്ദി അറിയിക്കുകയും ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുവേശുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ബസ് പരസ്പരം ബന്ധിതരായിരിക്കുന്ന ഈ ദാസരെ നിന്റെ നൽവരങ്ങളെ ശിരത്താൽ ശ്രേഷ്ഠരാക്കുകയും നിന്റെ ദാനങ്ങളാൽ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനമുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുമാണോമേ. സന്തോഷോല്ലാസങ്ങളോടുകൂടെ ഇവ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോർ ഹോശോ വബുക്കുൽ സുബ്ഹാനൽ മീൻ.
നാം എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാപവും പുകഴ്ചയും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും ഇടപെടാതെ കരയിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മലാഖമാരുടെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണിക്കുന്ന ആരാധ്യവചനവും തന്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങൾ എല്ലാവരുടെയും മേൽ ദയ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ സ്നേഹപൂർവ്വം തന്നോട് സമീപിപ്പിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു ജ്ഞാനിക്കും താർക്കികനും തന്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാധനയുവാനോ കഴിയുകയില്ല എന്നുള്ളവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെടുന്നതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായും ഇരിക്കുന്നവനും തന്റെ വല്ലഭത്വത്തിന്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവേ, നിനക്ക് സ്തുതി. അവിടുത്തെ ദാസരുടെ കിരീടങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങൾ ജീവനോട് കൂടെ ഇരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. മഹോന്നതങ്ങളിൽ അഗ്നിമേന്മാരുടെ കൂട്ടങ്ങൾ തന്റെ ശ്രേഷ്ഠതയെങ്കിൽ പരിഭ്രമിച്ച് ചഞ്ചലപ്പെടുകയും ദൈവമായ കർത്താവേ, അവർണ്യമായ നിന്റെ കൃപാപ്രവാഹത്താൽ നിസ്സീമമായ നിന്റെ ദയവാലും നിസ്സാരന്മാരായ നിങ്ങളുടെ സ്തോത്രങ്ങളിൽ നീ സന്തോഷിക്കുകയും എളിയവരും മൺമേരുമായ ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് ആവശ്യമുള്ളവ നിന്നോട് യാചിച്ചുകൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ നീ തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, എല്ലാ ദേശങ്ങളിലും സഞ്ചരിക്കുന്നവരും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി വസിക്കുന്നവരുമായ നിന്റെ ദാസരെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവങ്ങളിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അനുഗ്രഹിക്കണമേ. സകല പ്രവർത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകി ഇവരെ സന്തോഷിപ്പിക്കണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിക്കുവാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗങ്ങളിൽ ഇവരെ കാത്തു നയിച്ചു കൊള്ളണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടെ പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ താല്പര്യമുള്ളവരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനകരമായ ദൈവീയ വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട ലാഭം ഉണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാകണമേ. കർത്താവ്, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവരും പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥരുമായി വർത്തിക്കുമാറാകണമേ. നിന്റെ പരിശുദ്ധതയുടെ ഭാഗത്തെ കടന്നു വരുവാനും ശപിക്കപ്പെട്ടവനായ സാധാരണദാസത്തിൽ നിന്നോട് രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ സംയോജിപ്പിച്ചു കൊള്ളണമേ. ഞങ്ങളെ ഇവരെ നിന്റെ ആത്മീയ മുന്തിരിത്തോട്ടത്തിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനയുടെ ആചരണത്തിലും നീക്കുന്നയുള്ളവരുമായി തീർക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരുമായി തീർക്കണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠത്തെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരുമായി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ ആശ്വസിപ്പിക്കുകയും സ്വർഗരാജ്യത്തിൽ വരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ ബബുക്കുല സുബാൽ മീനാമി ബാർഖുമോ മനലോഹോ നികാ
വെള്ളത്തെ ശ്രേഷ്ഠമായ വീഞ്ഞാക്കി മാറ്റുകയും ചെയ്ത മനുഷ്യ സ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുമ്പാകെ നിലവിളിച്ച് നിൽക്കുന്ന ഈ ദാസരെ സുഹൃതവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദയയും നിറഞ്ഞതാ നിന്റെ വലതുകൈയുടെ മേൽ ആവസിപ്പിക്കണമേ. ആത്മീയമായ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളവരതിന് ഞങ്ങളെ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളെ നിന്റെ വലതുഭാഗത്തോട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ബാറക്കുമോ ഹോശോ അബഗോലസ്കാ ലവന്മേ. പരിശുദ്ധനായ പൗലോസ്ലീഹ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ. നമ്മുടെ മേൽ തന്നെ ഉണ്ടായിരിക്കട്ടെ. എഫേസ്യ ലേഖനം 5-ാം അധ്യായം 20 മുതൽ 6-ാം അധ്യായം 3-ാം വാക്യം വരെ. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനു വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുകയും മിശിഹായുടെ സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുകയും സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുകയും. എന്നാൽ മശിയ സഭയുടെ തലയും ശരീരത്തിന്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മിശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിനും കീഴ്പ്പെടേണം. ഭർത്താക്കന്മാരെ മശിഹ തന്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിനെ ജലം കൊണ്ട് കഴുകി വചനത്താൽ എണ്ണയുള്ളതാക്കി. ഇതവളെ കറയോ ചുളിവോ മറ്റു മുറിവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരയുടെയും
പരിശുദ്ധവുമായിരിക്കുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്നാൽ തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിയ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനുവേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തന്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തന്റെ ഭാര്യയോട് ചേരും. അവരിരുവരും ഏക ശരീരമായി തീരുകയും ചെയ്യും. ഇതൊരു വലിയ മർമ്മമാണ്. ഞാൻ മശിയായെ കുറിച്ചും അവിടുത്തെ സഭയെ കുറിച്ചുമാകുന്നു പറയുന്നത്. അപ്രകാരം തന്നെ നിങ്ങൾ ഓരോരുത്തരും തന്നെ എന്ന പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ സ്വഭർത്താവിനെ ആദരിക്കുകയും വേണം. മക്കളെ, നിങ്ങൾ കർത്താവിനെ ഓർത്ത് മാതാപിതാക്കന്മാരെ അനുസരിപ്പീൻ. എന്തെന്നാൽ നീതിയാകുന്നു. നിനക്ക് നന്മ വരുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനുമായിട്ട് നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്കുകൂടിയ ആദ്യ കൽപ്പനയാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജന്മനാശന്മാരായിട്ടുള്ളവരും മനുഷ്യരാ
ഷണ്ണന്മാരാക്കപ്പെടുന്നവരുണ്ട്. സ്വർഗരാജ്യ നിമിത്തം തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കുവാൻ കഴിയുന്നവ ഗ്രഹിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിച്ച് അരുളി ചെയ്തു. ഭാഗ്യമോ നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയുണ്ടായിരിക്കട്ടെ.
അണിയിക്കും മകുടം രമ്യം നീതിയുടെ അക്ഷരമുള്ള അലങ്കാരങ്ങളും കർത്താവിനെ ധരിപ്പിക്കട്ടെ. പിതാവിന്റെ പുത്രനും ശുദ്ധാത്മാവിനും സ്തുതി കരയേറ്റിക്കൊണ്ട് ആയുഷ്കാലം മുഴുവൻ സന്തോഷിക്കുവാൻ നിനക്കിടയാവുകയും ചെയ്യട്ടെ. ഓഷോ പോലെ മനുഷ്യജീവിതത്തിൽ സന്തോഷിക്കുന്നവനായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രീതിപ്പെട്ട് നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ മണവാളനായ മശിഹ യഥാർത്ഥമായ തന്റെ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മശിഹ തന്റെ സഭയിൽ എന്ന പോലെ നിങ്ങൾ അന്യോന്യം സന്തോഷിക്കുമാറാകട്ടെ. കരുണയുള്ള വലുതുകരുമെന്ന് നിങ്ങൾ ആശിച്ച് എല്ലാ ഉപദ്രവവും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. സമാധാന ദൂതൻ നിങ്ങളോട് കൂടെ ഇരുന്ന് ആകർക്കരസായുടെ മഞ്ചനയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുമാറാകട്ടെ. മരണകരമായ അസൂയയിൽ നിന്നും ദൈവം നിങ്ങളെ കാത്തുകൊള്ളുകയും നിങ്ങളെ പരസ്പരം സന്തോഷിപ്പിക്കുകയും നിങ്ങൾ നിന്ന് ദുഃഖങ്ങളെ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസ്ഹാക്കിലും ഇസ്ഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങൾക്ക് സന്തോഷിക്കേണ്ടതിന് ഉത്തമ സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. ദൈവം നോഹിനും മക്കൾക്കുമായി നൽകിയ അനുഗ്രഹം നിങ്ങൾ വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ആകാശത്തുനിന്ന് പനിമഞ്ഞും ഭൂമി ഉത്പാദിപ്പിക്കുന്ന സർവ്വസൽപ്പനങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. നിന്റെ പിതാവിന്റെ ദൈവം നിന്നെ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് തന്റെ പുത്രനായ യോസേഫ് നൽകിയതായ അനുഗ്രഹവും നിങ്ങൾ വസിക്കട്ടെ. ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ ഇഷ്ടം ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരുടെ അനുഗ്രഹം നിങ്ങളിലും ഈ ആചാര്യന്റെ കൈകളാൽ നിങ്ങളുടെ തലയിൽ വെക്കപ്പെട്ടതായ കിരീടങ്ങളിലും വസിക്കുമാറാകട്ടെ. കർത്താവിന്റെ നാമം നിങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്ന എന്നാൽ എല്ലാ ജാതികളും സന്തോഷിച്ച് മഹത്വം പാടുമാറാകട്ടെ. ഐശ്വര്യങ്ങൾ കൊണ്ടും സമ്പാദ്യങ്ങൾ കൊണ്ടും സർവ്വവിധമായ സൗഭാഗ്യങ്ങൾ കൊണ്ടും ദൈവം നിങ്ങളെ സമ്പന്നരാക്കുകയും ആ പാപിനിയോടുന്ന പോലെ നിങ്ങളുടെ കടകളും പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്യട്ടെ. വലത് ഭാഗത്തെ കൊള്ളനെ പോലെ അനുതാപത്താൽ നിങ്ങളും സ്വർഗരാജ്യത്തിന് അവകാശികളായി ഭവിക്കട്ടെ. നാം എല്ലാവരുടെയും വാങ്ങിപ്പോയവർ പാപപരിഹാരം പ്രാപിക്കുകയും ചെയ്യട്ടെ. മിസ്രയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാനായി സീനായി മലയിറങ്ങി വന്ന മഹോന്നതൻ നിങ്ങളെയും നമ്മുടെ സംഘം മുഴുവനെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതികരേറ്റാൻ പാർക്കുമോ. ഓശോ വഖുൽ സുബ്ഹാൻ ലോൽമീ വിശേഷിച്ചിടുന്ന
ചെയ്യണമെന്നോടും കാരുണ്യം ശ്രീകായാനനാശദനം മുദ്രിതമാക്കി പീഡകളാൽ അടിമവിടുത്തി സ്വർഗത്തിൽ കമ്പീരന്റെ തീറ്റി നാളും മാസവുമാട്ടും ഞാൻ അവർ പാടിയുള്ളിൽ പോക്കി വിജീവധ്വനി കേട്ടപ്പോ കണ്ണുകളിൽ ജ്ഞാനം വീഴ്ചി മോറിയോരാകെ മേലയിലൂവാകാതെ കർത്താവേ നിൻ മാതൃക നിറയെ വാഴുതുരം നീ പ്രാർത്ഥന കേട്ടിട്ടാത്മാക്കളിലെ തുണ്ടാകേണം ദൈവാത്മചരിതം നദികളെ കലയിൽ ചൂടും മധുരങ്ങളെ പലതുകരത്താൽ വാഴ്ത്തിയിടേണം താളം ചൊല്ലീതം നദികൾക്ക് വരവേണം തേജോലോകത്തിവരുടെ കാലം ശുഭമാകേണം ധന്യതയാണോ പരിശുദ്ധ ദൈവാന്തരയാ വാഴ്ത്തണമേ ജനനിവരത്തെ എന്നും നീക്കും നിൻ സ്തുതി പാടാൻ കിന്നരമേന്തി സ്തോത്രം ചെയ്യുവാൻ എൻ കർത്താവേ ഇവരുടെ വായിൽ വാഴ്ത്തിയിടേണം സർവ്വം കേട്ടിട്ട പ്രാർത്ഥനയെ കൈക്കൊള്ളുവോനേ. പ്രാർത്ഥന കേട്ടിട്ട ആത്മാക്കളുടെ കൃപ ചെയ്യണം. പാലിക്കുമ്പോൾ വാത്സല്യ സഹോദരങ്ങളെ, നാം എല്ലാവരും ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മുടെ മുൻപിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സത്പ്രവൃത്തികളിലും താല്പര്യമുള്ളവരും നല്ല കാര്യങ്ങൾ ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നാം പ്രാപിച്ചിട്ടുള്ളതും ബഹുമാനീയരായ പൂർവ്വന്മാർ നമ്മെ പരമേൽപ്പിച്ചിട്ടുള്ളതുമാകുന്നു. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സിംഹാസനമായ ജീവമേശയുടെയും ശ്രീമായുടെയും വെടിപ്പുള്ള എവൻഗേലിയോന്റെയും ഈ ജനക്കൂട്ടത്തിൻ്റെയും മുൻപാകെയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിപ്പീൻ. ഹൃദയവിചാരങ്ങൾ അറിയുന്നവന്റെ സന്നിധിയിലാകുന്നു, അറിയാത്തവന്റെ മുൻപാകെ അല്ല നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഈ സമയം മുതൽ ഞങ്ങൾ നിങ്ങളെ പരസ്പരം പരമേൽപ്പിക്കുന്നു. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞങ്ങൾ നിരപരാധികളായിരിക്കും. പട്ടക്കാരിലും ചമ്മാസന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനിലും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമറിയാമിൻ്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവ്വവിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാൽ കർത്താവേ യേശുമിശിഹായുടെ വലത്തുകയും എന്നേക്കും നിങ്ങളിൽ ആവസിക്കുകയും ചെയ്യുമാറാകട്ടെ. വീണ്ടും വിശ്വാസികളെ, ഈ കൽപ്പനകൾ നിങ്ങൾക്കെല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുകയും നിങ്ങളുടെ ഓരോരുത്തരും അവനവൻ്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുകയും ഭാര്യ സ്വന്തം ആളുകളെ വെടിഞ്ഞ് ഭർത്താവുമായി ചേർന്ന് ഒന്നായി തീർന്നിരിക്കുന്നു. ആകയാൽ ഭർത്താവ് ഭാര്യയെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവനായിരിക്കുകയും ചെയ്യണം.
ഭർത്താവ് നഗ്നനായിരിക്കേണ്ടി വന്നാലും ഭാര്യയ്ക്ക് ധരിപ്പാൻ നൽകണം. സ്വപ്രാണനെ പോലെ ഭാര്യ ഭർത്താവിനോട് വർത്തിക്കണം. ഭർത്താവ് വിശന്നിരിക്കേണ്ടി വന്നാലും ഭാര്യയ്ക്ക് ഭക്ഷണം നൽകണം. ഭർത്താവ് ദാഹിച്ചിരിക്കേണ്ടി വന്നാലും ഭാര്യയ്ക്ക് കുടിക്കുവാൻ നൽകണം. ഭാര്യയും ന്യായമായ പ്രകാരം ഭർത്താവിൻ്റെ പരിചരണം നിർവഹിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി ഭാര്യ ഭർത്താവിൻ്റെ അടുക്കൽ വർത്തിക്കണം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ നാട് ശക്തി മഹത്വം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സമാധാനം. നമ്മുടെ കർത്താവ് നിങ്ങളോട് കൂടെ സ്ത്രീകളുടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിത്യമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളവനെ ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സിലേക്കും ദൈവത്തിനാണ് യേശുവിനെ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും മാതാവേ
അവൻ ലബനോൻ കാരകിൽ പോൽ ഒരുപോലെങ്ങും മാർത്തോമ മോറപ്രേ ഭാഗ്യം നീതിയർക്കും ധന്മാരെ നിങ്ങൾ ആത്മീയമായി ശിവനെ സംബന്ധിച്ച നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവാഴ്ത്തി പുണ്യപ്പെടുത്തുവാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ നിങ്ങൾ പോയിരിക്കുന്നവരെ ആശിപ്പിച്ച് പുണ്യപ്പെടുത്തുവാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവരെ നിലയിലുള്ളൂ മറ്റുള്ളതായ പ്രാർത്ഥന ഉന്നതമായിരിക്കുന്ന അതിന്റെ സിംഹാസനവുമായി എഴുതപ്പെട്ടു നോക്കിയിരിക്കപ്പെട്ടതുമാക്കി തീർക്കുവാറാകണമേ. When my hope is lost and my strength is gone, I run to you and you alone. When I can't get up and I can't go on, I run to you and you alone. 'Cause you're my light in the dark, and I sing with all of my heart. When I'm plagued with pain and filled with fear, I run to you and you alone. When my days are few and death is near, I run to you and you alone. Congratulations and celebration when I tell everyone that you're in love with me. Congratulations and jubilation.
പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാധരവും മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാം ശലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിലവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ നീയേ ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ മറഞ്ഞു നിന്നെ നിഴലിനതിരിലായി മൊഴിയാലെ നിന്നെ അറിയവേ പറഞ്ഞതെല്ലാം നിലവിൻ ലിപികളാൽ ഉയിരിന്റെ താളിൽ എഴുതി ഞാൻ മിന്നാമിന്നി കണ്ണാളെ മിന്നും മിന്നൽ പെണ്ണാളെ കരളിലൊഴുകുമൊരരുവിയലയുടെ കുളിരു നീയല്ലേ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ നീയേ ദൂരെ ദൂരെ നീലാകാശം
തോറും നടത്തുന്ന പൊന്നിടയനന്തം എന്റെ പൊന്നിടയനന്തം മഞ്ഞം വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്ദി യുള്ള മകശക്തി നീയേ നാദ അന്തി പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. തൻ്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ. കടകടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ട് ശക്തി കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ശുദ്ധമുള്ള കന്യകമത്ത മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാന്റെ അപേക്ഷിച്ചോടൊക്കെ അളവുകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണാസമ്പന്ന ദൈവമായ കർത്താവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ നന്ദിയോടെ തുതിക്കുന്നു. ഈ ദിവസം കർത്താവേ അനുഗ്രഹത്തിൻ്റെ ദിവസമായി ആക്കത്തീർത്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ തുതിക്കുന്നു. എൻ്റെ മക്കളെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ആ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മക്കൾക്ക് ദൈവികമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിറയ്ക്കണമേ കർത്താവ്. എല്ലാ പൈശാചിക പ്രവർത്തനം കർത്താവെ കാത്ത് ദൈവമേ നിന്റെ കൃപയിലായിരിക്കാൻ തക്കവണ്ണം നാഥ ഇടയാക്കണം. അവസാനാർത്ഥങ്ങൾ മക്കൾ നീ കാക്കണം. സ്വർഗീയ വാഴ്വ നീ അനുഗ്രഹിക്കണം നാഥ. ഇവിടെ തുറന്നുള്ള ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ തക്കവണ്ണം ഇടയാക്കണമേ. മാതാപിതാക്കളെ കർത്താവെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇരു കുടുംബങ്ങളെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവ്. വന്ന് ഏർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കരങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമേ ഒരിക്കലും ഞങ്ങളിൽ കൂടെ നിറവേറുവാൻ തക്കവണ്ണം കർത്താവെ നീ ഇടയാക്കണമേ. അനുഗ്രഹപൂർണമായ നല്ല ഒരു കുടുംബജീവിതം കെട്ടിപ്പടുക്കുവാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും കൊണ്ടും അനുഗ്രഹങ്ങളും നിന്റെ മക്കൾ നടക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെയും വീണ്ടും കരങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ വിശ്വാസങ്ങളെ വാങ്ങിപ്പോർ നീ കാക്കണമേ. യാത്രയിലൊക്കെ ഇതുവരെയും കൂടെയിരുന്നു. തുറന്നും കർത്താവെ നിന്റെ കൃപാനങ്ങളോട് കൂടെ ഇരിക്കണമേ. ആയത് കർത്താവെ ഞങ്ങൾ നിന്റെ പിതാവിന് നിന്റെ പരിശുദ്ധ അടക്കം കൂടാതെ സ്തുതിക്കുവാനായിട്ട് തന്നെ പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധ സംബന്ധവും സഹവാസം ദൈവമായ കർത്താവെ ഞങ്ങളെല്ലാവരോടും കർത്താവ് ഇന്ന് വിവാഹം കഴിഞ്ഞിരിക്കുന്ന നിന്റെ മക്കളോടും കർത്താവെ ഇരു കുടുംബങ്ങളോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവമേ ഇവരുടെ കുടുംബജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.